കർത്താവിൻ്റെ ധന്യനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വാത്സല്യ ദൈവമക്കൾക്ക് വേഗം യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു. സ്തോത്രം. ഈ വിശുദ്ധ പകൽക്കാലം 2026 ഓഗസ്റ്റ് മാസം 21 വിശുദ്ധ സഭാഗ്യമായി നമുക്ക് ദൈവത്തിൽ കടന്നു വരുവാൻ ഞങ്ങൾക്ക് കർത്താവ് ഇടയാക്കിയ വിലയേറിയ കർത്താവിൻ്റെ ദയയോർത്ത് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഹൗസ് ചർച്ചായിട്ട് 2-3 പേർ എൻ്റെ നാമത്തിൽ കൂടിയുള്ള മധ്യത്തിൽ ഞാൻ ഉണ്ടെന്നുള്ള വചനപ്രകാരം കർത്താവ് ഞങ്ങളുടെ മധ്യത്തിൽ ഇന്ന് പൽക്കാലം കടന്നു വന്നിരിക്കുന്നു എന്ന് ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുന്നു. സ്തോത്രം. കർത്താവിൻ്റെ വലിയ സാന്നിധ്യം അനുഭവിക്കുവാൻ കർത്താവ് കൃപ തരുന്നു. അതോർത്ത് നന്ദിയോടെ സ്തോത്രം. സ്തോത്രം. ആള് കുറയുന്നത് കൊണ്ട് സ്തോത്രം ദൈവസാന്നിധ്യം അനുഭവിക്കാൻ പറ്റുമോ എന്നൊക്കെ ചിലർ ചിന്തിക്കും. സ്തോത്രം. അത് വെറും മിഥ്യയാണ്. ആള് കുറയുന്നതിലും കൂടുന്നതിലുമല്ല കാര്യം. ദൈവവചന വ്യവസ്ഥ പ്രകാരം നമ്മൾ ദൈവത്തിൽ കടന്നു വരുന്നു എന്നുള്ളതാണ് വിഷയം. അതാണ് നമ്മൾ പഠിക്കേണ്ടത്. വചനവ്യവസ്ഥ പ്രകാരമാണോ നമ്മൾ ദൈവസന്നിധിയിലേക്ക് കടന്നു വരുന്നത്? നിങ്ങൾ കൂടി വരുന്നത് നന്മയ്ക്കല്ല തിന്മയ്ക്കത്ര എന്ന് കൊരിന്ത്യലേഖനം പഠിപ്പിക്കുന്നു. എന്താ അതിൻ്റെ അർത്ഥം? വചനവ്യവസ്ഥ പ്രകാരം കൂടി വരാതെ വന്നാൽ, ദൈവവചനത്തിൻ്റെ മാറ്റമില്ലാത്ത പ്രമാണം അനുസരിച്ച് നമ്മൾ കൂടി വരാതെ നമ്മൾ കൂടി വന്ന് കുറേ ബഹളം വെച്ച് കുറേ പാട്ടും പാടി കുറേ അതും ഇതൊക്കെ കാണിച്ചാൽ ദൈവത്തിന് നമ്മൾക്ക് സാധ്യമില്ല. കർത്താവിൻ്റെ ദാസന്മാരെ അപ്പോസ്തലന്മാർ കൂടി വരും. നമ്മൾ കൂടി വരുമ്പോൾ ഒരു സങ്കീർത്തനമുണ്ട്, പ്രബോധനമുണ്ട്, ഉപദേശമുണ്ട്, വെളിപ്പാടുണ്ട്, ദർശനമുണ്ട്, എന്ന നിലയിൽ ഉപദേശമുണ്ട്. സ്തോത്രം. ആ കൂടി വരുമ്പോൾ വചനത്തിലുണ്ട് അതെങ്ങനെ കൂടി വരണം, ഏതൊക്കെ അവസ്ഥയിലായിരിക്കണമെന്ന്. ചുമ്മാ ഇങ്ങോട്ട് കൂടി വന്ന് കുറേ പാട്ടും പാടി കുറേ ഡപ്പാങ്കുത്ത് പാട്ടും പാടി ഒരു സങ്കീർത്തനശീലം വായിച്ച് കുറേ ബഹളം ഉണ്ടാക്കിയാലൊന്നും ഒരു വിശേഷമില്ല. സ്തോത്രം. വചനവ്യവസ്ഥ പ്രകാരം കൂടി വരണം. ക്രിസ്തുവിൻ്റെ ഉപദേശം സഭയിൽ പ്രസംഗിക്കണം. സങ്കീർത്തനത്തോട് എനിക്കെതിരില്ല, ന്യായപ്രമാണത്തോട് എനിക്കെതിരില്ല, പഴയ നിയമ പുസ്തകങ്ങളോട് ഒരു എതിരുമില്ല. ഓരോ കാലഘട്ടങ്ങളിൽ ഓരോ ഡിസ്പെൻസേഷൻ, ഓരോ യുഗങ്ങൾ, ആ യുഗങ്ങൾ പഠിച്ചു വരുമ്പോൾ ആ യുഗങ്ങളിൽ ദൈവം കൊടുത്ത പ്രമാണങ്ങളാണത്. മനസാക്ഷി യുഗത്തിലെ പ്രമാണമല്ല മാനുഷിക ഭരണയുഗത്തിലുള്ള പ്രമാണമല്ല നിഷ്പാപ യുഗത്തിലെ പ്രമാണമല്ല ന്യായപ്രമാണ യുഗത്തിലെ പ്രമാണമല്ല കൃപായുഗത്തിലെ പ്രമാണമല്ല മഹോദര യുഗത്തിലെ പ്രമാണമല്ല പുതുവാന ഭൂമിയിലെ നിത്യയുഗത്തിൽ. അപ്പോൾ ഈ പ്രമാണങ്ങൾക്ക് വ്യത്യാസമുണ്ട്. കൃപായുഗത്തിലെ പ്രമാണം ക്രിസ്തുവിൻ്റെ പ്രമാണം സഭയെ പഠിപ്പിക്കുക. ന്യായപ്രമാണം പ്രവാചകന്മാരും യോഹന്നാൻ സ്നാപകന്മാരും വരെ. സ്തോത്രം. കണ്ടോ? സ്തോത്രം. പത്രോസിൻ്റെ 2-ാം ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ വിശുദ്ധ പ്രവാചകന്മാർ മുൻപറഞ്ഞ വചനങ്ങൾ നിങ്ങളുടെ അപ്പോസ്തലന്മാർ മുഖാന്തരം കർത്താവും രക്ഷിതാവുമായവൻ തന്ന കൽപ്പന, അത് ഓർത്തുകൊള്ളണം. അപ്പോസ്തലന്മാർ തരുന്ന കൽപ്പന, മുമ്പ് പറഞ്ഞത് വിശുദ്ധ പ്രവാചകന്മാർ മുൻപറഞ്ഞ വചനങ്ങൾ, അത് ബുദ്ധിയുപദേശമായിട്ടും ഗുണബോധങ്ങളായിട്ടും അതിനനുസരിക്കാനുള്ള സങ്കീർത്തനത്തിലുണ്ട്. ബാലം തന്നെ നടക്കുന്ന നിർമ്മലമാക്കുന്നതിന് എൻ്റെ വനത്താൽ സൂക്ഷിക്കുന്നതിനെ തന്നെ ആ കുഞ്ഞുങ്ങൾക്ക് അനുസരിക്കാനുള്ളതിൽ അതൊക്കെ അതിൻ്റെ പരിജ്ഞാനത്തോടെ എടുക്കണം. കാരണം ആ പ്രമാണം കണ്ണിന് കണ്ണ് പല്ലിന് പല്ലായി വാദിച്ച് നിൽക്കുക. ചില പെന്തക്കോസ്തുകാരെല്ലാം കോടതി കേസ് വഴക്കിന് പോകുന്നതിൻ്റെ കാരണം എന്താ? ഈ പ്രമാണം പഠിപ്പിക്കലാണ് അതിൻ്റെ കാരണം. പുതിയ നിയമം പഠിപ്പിച്ചാൽ തമ്മിൽ സ്നേഹിക്കാനും ക്ഷമിക്കാനും സഹിക്കാനും പൊറുക്കാനുള്ള പ്രമാണം പഠിപ്പിച്ചാൽ അത് പോകത്തില്ലവരെ. സ്തോത്രം. ഹല്ലേലൂയ. കർത്താവിൻ്റെ സ്വഭാവത്തെക്കുറിച്ച് പറയുന്ന 2 വാക്യങ്ങളുണ്ട്, വായിക്കാം. മത്തായി 22:16, മർക്കോസ് 12:14. ഗുരു നീ സത്യവാനും ദൈവത്തിൻ്റെ വഴി നേരായി പഠിപ്പിക്കുന്നവൻ, മനുഷ്യരുടെ മുഖം നോക്കാത്തവൻ, ആകയാൽ ആരെയും ശങ്കയില്ലാത്തവൻ എന്ന് ഞങ്ങൾ അറിയും. മർക്കോസ് 12:14 വായിച്ച്. ആരെയും ഗണ്യമാക്കാത്തവൻ. ഒരു പാസ് അങ്ങനെ ആയിരിക്കണം. ഇല്ലെങ്കിൽ കളഞ്ഞിട്ട് വേറെ വല്ല പണിക്ക് പോകണം. ദൈവത്തിൻ്റെ വഴി നേരായി പഠിപ്പിക്കണം. ഞാനിങ്ങനെ ചിന്തിക്കും, എന്തുകൊണ്ടാണ് അതിങ്ങനെ ഇത്രയും ഈ ദുരുപദേശം ഈ സഭയിൽ കടന്നു വരാനുള്ള കാരണം?
നമ്മുടെ ആത്മീയ കുളത്തിൽ ഇത്രയും ദുരുപദേശം കടന്നു വരാനുള്ള കാരണം നീ ചിന്തിച്ചുകൊണ്ടിരിക്കുക. വായിച്ചോട്ടെ, യെശയ്യാവ് 12:3-12. സ്തോത്രം. എന്തുകൊണ്ടാണ് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുക? ഈ സഭകളൊക്കെ ഇത്ര തെറ്റിപ്പോകാനുള്ള കാരണം എന്താ? വാട്ട് ഈസ് ദ റീസൺ? എന്താ എൻ്റെ കാരണം? ഹല്ലേലൂയ. വായിച്ചാട്ടെ, യെശയ്യാവ് 3:12. എൻ്റെ ജനമേ, കുട്ടികൾ, അതായത് പുസ്തകത്തിൻ്റെ ചെക്കും മുടക്കും അറിഞ്ഞുകൂടാത്തവനാണ് ഇപ്പം പ്രസംഗിക്കാൻ നടക്കുന്നത്. 10 രൂപയുടെ വെളിച്ചെണ്ണ എടുത്തുകൊണ്ട് വെളിച്ചെണ്ണ ആരാണ്ടും തലയിൽ ഒഴിച്ചു വന്നപ്പോൾ ഒരു പേട്ട് ചെറുക്കൻ അഭിഷേകം കിട്ടിയെന്ന്, പുതിയ ഭാഷ കിട്ടിയെന്ന് പറഞ്ഞു. ഒരു ഹിന്ദു സഹോദരി മൊബൈലിൽ ആ വിഷയത്തെ എടുത്തിട്ട് അലക്കുന്നത് കണ്ടിട്ടുണ്ടല്ലോ, എനിക്ക് സങ്കടം വന്നുപോയി. ഇങ്ങനെയുള്ളവനെയൊക്കെ നിയന്ത്രിക്കാനും കടിഞ്ഞാനിടാനും ഇവിടെ ആരും ഇല്ല എന്നാണ് ചോദിക്കുന്നത് പെന്തക്കോസ്ത് പാസ്റ്റർമാരായിട്ട്. അവൻ്റെ അപ്പനാണെങ്കിൽ അതിലും തലതിരിഞ്ഞ് കിടക്കുക. മോനെ ആരെങ്കിലും കുറ്റം പറഞ്ഞാൽ തല്ലാൻ ചെല്ലുന്നത്രയ്ക്ക് ആ സഹോദരി പറഞ്ഞത്. എന്തൊരു അക്രമമാണ് ദൈവമക്കളെ ഈ കേൾക്കുന്നത്. എല്ലാ ജനമേ, കുട്ടികൾ അവരെ പീഡിപ്പിക്കുന്നു. കണ്ടില്ലേ കുട്ടികൾ? അടുത്ത സ്ത്രീകൾ അവരെ പാടുന്നു. സ്ത്രീകൾ പ്രസംഗിക്കാൻ തുടങ്ങി. അവർ പ്രസംഗിക്കേണ്ട, അവർ പ്രസവിച്ചാൽ മതി. വ്യവസ്ഥ അങ്ങനെയാ പറയുന്നത്. പ്രസവിച്ച് കുട്ടികളെ വളർത്തുക. ഫേബ ശുശ്രൂഷക്കാരത്തി എന്നാണ് എഴുതിയേക്കുന്നത്. വചനം പഠിച്ചു നോക്കണം. ദ സർവൻ്റ് ഓഫ് ചർച്ച്. സഭയിലെ ഒരു ദാസി ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാ? സഭ പായൊക്കെ ഇടുക, ഭക്ഷണം വെച്ച് കൊടുക്കുക, യുവദാസന്മാർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുക. അതൊക്കെ അവർ ചെയ്ത. അല്ലാതെ പുരുഷന്മാരിരിക്കുന്ന സ്ഥാനത്ത് കൈ ചൂരുണ്ടി പ്രസംഗിക്കാനൊന്നും പ്രമാണമില്ല. സ്ത്രീകൾക്ക് പ്രസംഗിക്കാൻ, അങ്ങനെ പ്രസംഗിക്കരുത്, സ്ത്രീകൾക്ക് ശുശ്രൂഷ ഇല്ലെന്ന് പുസ്തകം പഠിപ്പിക്കുന്നുണ്ട്. അവൻ ചിലരെ അപ്പോസ്തലന്മാരായി, ചിലരെ സുവിശേഷകന്മാരായി, ചിലരെ ഇടയന്മാരായി, ഉപദേഷ്ടാക്കന്മാരായി നിയമിച്ചിരിക്കുന്നു. ഇവിടെ എവിടെയാണ് സ്ത്രീകളുള്ളത്? ദൈവം നിയമിച്ച പട്ടികയിൽ എവിടെയാണ് സ്ത്രീകളുള്ളത്? ഈ തിരുവഴുത്തുകളെ തിരിച്ചറിയാതെ, വചനം പഠിക്കാതെ, ഗ്രഹിക്കാതെ, വായിക്കാതെ, മനസ്സിൽ തോന്നുന്നതും വായി വരുന്നതും വിളിച്ചു പറയുന്ന ഒരു വലിയ കൾട്ട് സമൂഹമായി നമ്മുടെ പെന്തക്കോസ് അധപ്പതിച്ചു പോയെന്ന് പറയുന്നതിൽ വേദനയുണ്ട്, ദുഃഖമുണ്ട്. അവരെ ഓർത്ത് എൻ്റെ തല, എനിക്കിച്ചിരി വയറുള്ളതുകൊണ്ട് അങ്ങോട്ട് താഴുന്നില്ല, അല്ലെങ്കിൽ ഞാൻ കൂടുതൽ അങ്ങ് താഴ്ത്തി തന്നെ തല. എന്ത് പറയാനാണ് ദൈവമക്കളെ? ദൈവത്തിൻ്റെ വഴി നേരായി പഠിപ്പിക്കുന്നവരായി തീരണം നമ്മൾ. അപ്പോസ്തലന്മാരുടെ ഉപദേശം എടുത്ത് വായിച്ച് അതങ്ങ് പറഞ്ഞു കൊടുത്താൽ മതി. നമ്മൾ വലിയ സാഹസമൊന്നും ചെയ്യണ്ട. ലോകത്തുള്ള അറിവെല്ലാം സമാഹരിച്ച് ലോകത്തുള്ള സെമിനാരികളിലൊക്കെ പോയി എല്ലാ ഡിഗ്രികളും വാരിക്കോരി എടുത്തിട്ട് അവസാനം ദുരുപദേശം പറയുന്ന ഒരു ഗ്രൂപ്പായി നമ്മൾ അധപ്പതിച്ചില്ലേ? ഞാൻ ചോദിക്കുന്നു എപ്പോഴും, ഒരു ചോദ്യം ഞാൻ ചോദിക്കുക. പത്രോസും പൗലോസും യോഹന്നാനും യാക്കോബും ഒക്കെ ഏത് ബൈബിൾ കോളേജിലാണ് പഠിച്ചു? ഒരു കർത്താവിൻ്റെ ബൈബിൾ കോളേജിൽ ഗുരുകുല വിദ്യാഭ്യാസം നടത്തി. കർത്താവിൻ്റെ കൂടെ നടന്ന് പഠിച്ചു. ആ പഠിച്ച ഉപദേശങ്ങളൊക്കെ ഞങ്ങൾ കണ്ടു, കേട്ടു, തൊട്ടു, നോക്കി. നിങ്ങൾക്ക് ഞങ്ങളുടെ കൂട്ടായ്മ ഉണ്ടാകേണ്ടത്. ഞങ്ങളുടെ കൂട്ടായ്മ പിതാവിനോടും പുത്രനോടും. അതുപോലെ അവർക്ക് പിതാവിനോടും പുത്രനോടും കൂട്ടായ്മയും നമുക്കും അത് തന്നെയാണ്. അവർ കണ്ടതും കേട്ടതും നോക്കിയതുമാണ് ഈ എഴുതി വച്ചിരിക്കുന്നത്. ഞങ്ങൾ വാക്കിനാലോ ലേഖനത്താലോ തന്ന പ്രമാണം എത്ര വ്യക്തമായി കൃത്യമായി തന്നിട്ടുണ്ട്. സ്തോത്രം. നമ്മളെ തെറ്റിച്ച് കളയുന്നത് ആരാന്ന് ചോദിച്ചാൽ പാസ്റ്റർമാർ തന്നെയാണ്. പാസ്റ്റർമാർ ഈ വചനം കേട്ടിട്ട് ശ്രദ്ധിച്ചോണം. കനത്ത വില നിങ്ങൾ കൊടുക്കേണ്ടി വരും. കുട്ടികളെ കൊണ്ട് പ്രസംഗിപ്പിക്കുക, ചക്കും ചുക്കും അറിഞ്ഞൂടാത്ത കുട്ടികളെ കൊണ്ട് വചനം പറയിപ്പിക്കുക. ഹല്ലേലൂയ, സ്തോത്രം. സ്ത്രീകൾ കടന്ന് മേയ്യ സഭയിൽ. സ്ത്രീകൾക്കൊക്കെ ഒരു വ്യവസ്ഥ കൊടുത്തിട്ടുണ്ട്. അവിടെ വസ്ത്രധാരണം, അവിടെ ശുശ്രൂഷ, എല്ലാത്തിനും വ്യവസ്ഥയുണ്ട്. വേദപുസ്തകം വായിച്ച് പഠിക്കാത്തവനൊക്കെ പുസ്തകം എടുത്തുകൊണ്ട് ഇറങ്ങിയിരിക്കുക ശുശ്രൂഷയ്ക്കെന്നും പറഞ്ഞു. അതാ സഭ അധപ്പതിച്ചു പോകാനുള്ള കാരണം. എനിക്ക് വലിയ സങ്കടമുണ്ട്, വേദനയുണ്ട്, ദുഃഖമുണ്ട്. ഒരുപക്ഷെ ഞാനൊക്കെ മരിക്കുന്നതിന് മുമ്പ് ഈ കാര്യം പറഞ്ഞു വെച്ച് മരിക്കണം, അല്ലെങ്കിൽ കർത്താവിൻ്റെ വരവിന് മുൻപ് ഇതൊക്കെ പറഞ്ഞു വെക്കണം. അല്ലെങ്കിൽ പിന്നെ എന്താ ചെയ്യുക? ആരെങ്കിലും വേണ്ടേ പറയാൻ? PM ജോസഫ് എന്ന് പറഞ്ഞ IPCയിലെ കരുത്തനായ ഒരു പാസ്റ്റർ ഉണ്ടായിരുന്നു. അദ്ദേഹം എപ്പോഴും പറയുന്ന പദവി ഇതാണ്: നമ്മുടെ പാസ്റ്റർമാർക്ക് സങ്കീർത്തന പുസ്തകം വേദത്തിൽ ഇല്ലെങ്കിൽ അവർക്ക് പ്രസംഗമില്ല. എന്താ, ക്ലിയർ അല്ലേ? സങ്കീർത്തന പുസ്തകം വേദപുസ്തകത്തിൽ ഇല്ലെങ്കിൽ അവർക്ക് പ്രസംഗമില്ല. സങ്കീർത്തന വ്യാഖ്യാനം വായിച്ച് വെച്ച് പഠിച്ച് അവർ പ്രസംഗിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെയെങ്കിൽ ഒറ്റ ചോദ്യം, ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ കൊണ്ട് ഉപദേശിച്ചുകൊണ്ട് സകല ജാതികളെ ശിഷ്യരാക്കിക്കൊള്ളുന്നു കർത്താവ് പറഞ്ഞ ആ ഗ്രേറ്റ് കമ്മീഷൻ്റെ വില എന്താ? ഒരു കമൻ്റ് ഇടാമോ? എന്താണ് അതിൻ്റെ വില? ഹല്ലേലൂയ.
സകല ജാതികളെയും ശിഷ്യരാക്കാനുള്ള പ്രമാണമാണ് കർത്താവ് അപ്പോസ്തലന്മാരെ ഏൽപ്പിച്ചത്. അതാണ് ഞങ്ങൾ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത്. സ്തോത്രം. അതിനെതിരെ വിരൽ ചൂണ്ടിയാൽ നിങ്ങൾ ദൈവത്തിനെതിരെ വിരൽ ചൂണ്ടുക. നിങ്ങളെ തള്ളുന്നവൻ എന്നെ തള്ളുന്നു, എന്നെ തള്ളുന്നവൻ എന്നെ അയച്ചവനെ തള്ളുന്നു. നിങ്ങളുടെ വാക്ക് കേൾക്കുന്നവൻ എൻ്റെ വാക്ക് കേൾക്കുന്നു, എൻ്റെ വാക്ക് കേൾക്കുന്നവൻ അയച്ചവൻ്റെ വാക്ക് കേൾക്കുന്നു. ഈ അപ്പോസ്തലന്മാരുടെ ഉപദേശത്തെ തള്ളിക്കളഞ്ഞാൽ നിങ്ങൾ ക്രിസ്തുവിനെ തള്ളിക്കളയുക, പിതാവിനെയും പുത്രനെയും തള്ളിക്കളയുക. കനത്ത വില കൊടുക്കേണ്ടി വരും. വല്ല അനുഭവം വല്ലതും ഉണ്ടോ? ഒട്ടനവധി ഉണ്ട് പറയാൻ. അത് പറയാൻ ഞാൻ സമയം മെനക്കെടുത്തുന്നില്ല. നിങ്ങൾക്ക് അത് അറിയണമെങ്കിൽ എൻ്റെ നമ്പറിൽ വാട്സപ്പ് ചെയ്യൂ, രഹസ്യമായിട്ട് വിളിച്ചു ചോദിക്കും, ഞാൻ പറഞ്ഞുതരാം. തത്ത പറയുന്ന പോലെ ഞാൻ പറഞ്ഞുതരാം. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, കർത്താവ് വരാറായി. കഴിഞ്ഞ ദിവസം ഒരു ക്ലിപ്പ് 2-3 സഹോദരന്മാർക്ക് ഞാൻ ഇട്ട് കൊടുത്തു. റഷ്യ ഇസ്രയേലുമായിട്ട് ഉടക്കി, ചക്കരയും പീരയായിരുന്നു അവർ, ഉടക്കി മാറി നിൽക്കുക. റഷ്യ ആക്രമിക്കാൻ ഇസ്രയേൽ വരുമെന്ന് യെഹെസ്കേൽ 38-39 പ്രവചന പുസ്തകത്തിലുണ്ട്. അത് സംഭവിക്കാൻ പോവുക. എത്ര വ്യക്തമായിട്ടാണ് അത് എഴുതി വെച്ചത്. ആ വചനത്തിൻ്റെ നിറവേറിൽ ഈ കഴിഞ്ഞ ആഴ്ച ഞാൻ കണ്ടു. അപ്പോൾ അണിയറ നീക്കങ്ങൾ ഗോഗ് മാഗോഗിൻ്റെ നേതൃത്വത്തിൽ പാർസികൾ, ഇറാൻ, തുർക്കി, ഖത്തർ ആദ്യമായ രാജ്യങ്ങളെല്ലാം കൂടി ചേർന്ന്, കുറേ രാജ്യങ്ങളുണ്ട്, എല്ലാവരും കൂടി ചേർന്ന് ഇസ്രയേലിനെതിരെ വമ്പൻ നീക്കത്തിന് കോപ്പ് കൂട്ടിക്കൊണ്ടിരിക്കുക. അതിൻ്റെ പരിപാടികളൊക്കെ സാധാരണ അണിയറ ചെയ്തുകൊണ്ടിരിക്കുക. അവർക്കെതിരെ അടി തുടങ്ങുന്നതിന് മുമ്പ് സഭ മാറ്റപ്പെടുമെന്നാണ് ഞാൻ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്. അതൊരു ഘോരമായ യുദ്ധമായിരിക്കും. ഇസ്രയേൽ 3-2 തകർക്കപ്പെടും. അവർ കുത്തിയെങ്കിലേക്ക് നോക്കാൻ വേണ്ടിയുള്ളൊരു യുദ്ധമാണ്. ആ യുദ്ധം തുടങ്ങിക്കഴിയുമ്പോൾ സ്തോത്രം, ഇസ്രയേൽ 3-2 തകർക്കപ്പെടും, ശരി. പക്ഷേ ഇസ്രയേലിനെ തകർക്കാൻ വേണ്ടി ഇസ്രയേൽ പർവ്വത നിരകളിൽ മാർച്ച് ചെയ്തു പോയ ഗോഗ് മാഗോഗിൻ്റെ നേതൃത്വത്തിലുള്ള ഒരെണ്ണം തിരിച്ചു വരാതെ വണ്ണം ഇസ്രയേലിൽ അവർക്ക് ശ്മശാന ഭൂമി കൊടുക്കുമെന്നാണ് സർവശക്തനായ ദൈവം യെഹെസ്കേൽ പ്രവാചക പുസ്തകത്തിലൂടെ എഴുതി വെച്ചിട്ട്. ഞാനത് കേട്ടപ്പോൾ പേടിച്ചു പോയി. ഞാനത് വായിച്ചപ്പോൾ പേടിച്ചു പോയി. ദൈവത്തിൻ്റെ ഒരു നീതിയെ, ദൈവജനത്തെ തൊട്ട് കളിച്ചിട്ട് യവന്മാർ സ്വൈരമായിട്ട് വരയിക്കാൻ ദൈവം വിടുവോ? ഒരെണ്ണം എല്ലാം ആ പർവ്വത നിരകളിൽ ചത്തുമലക്കും. അവർക്ക് വേണ്ടി വലിയൊരു ശ്മശാനം, ലോകം ഇതുവരെ കണ്ടിട്ടില്ലാത്ത വലിയൊരു ശ്മശാന ഭൂമി ഇസ്രയേലിൽ ഒരുങ്ങാൻ പോകുന്നു. പെന്തോക്കോസുകാരെ ഒരുങ്ങിക്കോ. ആ വലിയ യുദ്ധം നടക്കുന്നതിന് മുമ്പ് ഒരുങ്ങിക്കോ. സ്തോത്രം, സ്തോത്രം. അത് മഹോദര കാലത്താണ് നടക്കുന്നത്. അതുകൊണ്ട് ഒരുങ്ങിക്കോ. അതിനു മുമ്പ് സഭ മാറ്റപ്പെടും. മഹോദര കാലത്ത് പോകാൻ വേണ്ടി കുറേ പാസ്റ്റർ കച്ച കെട്ടി ഇറങ്ങിയിരിക്കുക. എനിക്ക് അവരോട് ഒരു പിണക്കുമില്ല. നിങ്ങളങ്ങ് പൊക്കോ അവരുടെ കൂടെ. മഹോദര കാലത്ത് കിടന്ന അടിയും ഇടിയെല്ലാം കൊണ്ട് നിങ്ങൾ പൊക്കോ. എനിക്ക് മനസ്സില്ല പോകാൻ. കാരണം ഞാൻ കർത്താവിൻ്റെ ശരീരമാണ്, സഭയാണ്. ഞാൻ കർത്താവിൻ്റെ മണവാട്ടി സഭയാണ്. ഞാൻ ദൈവാത്മാവ് വസിക്കുന്ന മന്ദിരമാണ്. ആ മന്ദിരത്തെ പിജായന് ഇട്ട് കൊടുക്കുമെന്നോ? എന്തായി പറയണേ? വല്ല ബോധമുണ്ടോ? സ്വതന്ത്രം പഠിച്ച് 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 തല പുണ്ണാക്കി ഇപ്പം വെളിവില്ലാത്ത അവസ്ഥയിലായി പലർക്കും. അവരെ ഓർത്ത് സഹതിപ്പിക്കുന്നു. നേരത്തെ പറഞ്ഞ പോലെ തല കുനിക്കുന്നു. അതുകൊണ്ട് വാത്സല്യ ദൈവമക്കളെ, നമ്മൾ ഒരുക്കം പൂർത്തീകരിക്കുക. സ്തോത്രം. ഒരുക്കം പൂർത്തീകരിച്ച് കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങിക്കോ. യിരെമ്യാ പ്രവാചകൻ എന്താ പറഞ്ഞത്? 6:13-14 എടുത്ത് വായിച്ചോ. ലഘു ചികിത്സ, ലഘു ചികിത്സ, ലഘു ചികിത്സ. യെശയ്യാവ് 3:12 എടുത്ത് വായിച്ചോ. നടത്തുന്നവർ തെറ്റിക്കുന്നു, അവർ വഴി നശിപ്പിച്ച് കളയുന്നു. യിരെമ്യാവ് 6:13-14 എടുത്ത് വായിച്ചോ. ലഘു ചികിത്സ, ലഘു ചികിത്സ. ഇരുമ്പ് കഷ്ണം ഉള്ളിപ്പോയാൽ ചുക്ക് കഷായം കുടിച്ചാൽ പോരാ, മേജർ ഓപ്പറേഷൻ നടത്തിയത് എടുത്തു കളയണം. കണ്ട ദുരുപദേശം മുഴുവൻ കേട്ട് കേട്ട് വരുന്നവർ മാനസാന്തരപ്പെടണം. പഥ്യവചനം പഥ്യോപദേശത്തിൻ്റെ കീഴിൽ വരണവരെ. അത് പ്രസംഗിക്കുന്ന ദേവദാസന്മാരുടെ അടുക്ക പോയി അവരിൽ നിന്ന് കേൾക്കണം, അവരോടൊപ്പം ഇരുന്ന് പ്രാർത്ഥിക്കണം. അല്ലാതെ രക്ഷയില്ല. ദുരുപദേശത്തിൽ മുക്കിയിട്ടിരിക്കുക അനേകരെ. സ്തോത്രം. ഫിലിപ്പിയ ലേഖനം 2:3 എന്താ എഴുതിയിരിക്കുന്നത്? നായ്ക്കളെ സൂക്ഷിപ്പിൻ, ആകാത്ത വേലക്കാരെ സൂക്ഷിപ്പിൻ, വിച്ഛേദനക്കാരെ സൂക്ഷിപ്പിൻ. നായ്ക്കൾ നമുക്കറിയാം. യെശയ്യാപ്രവചനം 53-ാം അധ്യായത്തിൽ കിടപ്പുണ്ട്. യെശയ്യാപ്രവചനം 53-ലാണോ അതോ 60? ഹല്ലേലൂയ, സ്തോത്രം. യെശയ്യാപ്രവചനം 56-ാം അധ്യായമാണെന്ന് എൻ്റെ ഓർമ്മ. എപ്പോഴും നമ്മളെടുത്ത് പഠിക്കുന്ന ഭാഗമാണ്. സ്തോത്രം. ഹല്ലേലൂയ. 56-ാമത്തെ അധ്യായത്തിലെ പ്രസിദ്ധമായ വാക്യം 10, 11, 12. അവൻ്റെ കാവൽക്കാർ
കുരുടന്മാർ, അവരെല്ലാവരും പരിജ്ഞാനമില്ലാത്തവർ, അവരെല്ലാവരും കുരപ്പാൻ വയ്യാത്ത ഊമനായിക്കൾ, ദുരുപദേശത്തിനെതിരെ പ്രതികരിക്കാൻ കഴിയാത്ത ബഹുമാനപ്പെട്ട പാസ്റ്റർമാര് സ്വത്രാഴ്ച പഠിച്ച് തിന്നുകൊണ്ടിരിക്കുക. അവർ നിദ്രാപ്രിയരായി സ്വപ്നം കണ്ട് കിടന്നുറങ്ങുന്നു. ഈ നായ്ക്കൾക്ക് ഒരിക്കലും തൃപ്തിപ്പെടാത്ത കൊതിയന്മാർ തന്നെ. ഈ ഇടയന്മാരോ കണ്ടോ, സൂക്ഷിപ്പാൻ കഴിയാത്തവർ, അവരെല്ലാവരും ഒറ്റടിയാതെ താൻ താൻ്റെ വഴിക്കും താൻ താൻ്റെ ലാഭത്തിലേക്കും തിരിഞ്ഞിരിക്കുന്നു. പന്തക്കോസ് ധനസമ്പാദനത്തിന് വേണ്ടി പാസ്റ്റർമാർ ഇറങ്ങിയിരിക്കുന്നുവെന്ന് 94കാരൻ പറഞ്ഞ് മരിച്ചു. സ്തോത്രം. പ്രിയ ദൈവമക്കളെ, നായ്ക്കളെ സൂക്ഷിക്കുക, ആകാത്ത വേലക്കാരെ സൂക്ഷിക്കുക, വചന വ്യവസ്ഥ പ്രസംഗിക്കാതെ ചക്കും ചുക്കും പറഞ്ഞുകൊണ്ടിരിക്കുന്നവരെ, ആകാത്ത വേലക്കാരെ, പൈസയ്ക്ക് വേണ്ടി നടക്കുന്നവരെ, വിച്ഛേദനക്കാരെന്താ പരിച്ഛേദനയുടെ പ്രശ്നം പ്രസംഗിക്കുന്നവരെ, ഞായറാഴ്ച സഭയോഗത്തിന് രണ്ടു പാട്ട് പാടി പ്രാർത്ഥിച്ചു കഴിഞ്ഞിട്ട് സങ്കീർത്തന വായന. ആര് പറഞ്ഞു നിന്നോട് സങ്കീർത്തനം വായിക്കാൻ? അങ്ങനെയെങ്കിൽ ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തൊക്കെ ഉപദേശിച്ചുകൊണ്ട് സകല ജാതികളെ ശിഷ്യരാക്കിക്കൊള്ളുന്ന വചനത്തിൻ്റെ പ്രസക്തി എന്ത്? കണക്ക് നിങ്ങൾ ദൈവത്തോട് കൊടുക്കേണ്ടി വരും. മോശയുടെ പ്രമാണം ഇസ്രായേൽ ജനത്തിനാണ്. സ്തോത്രം. ഇസ്രായേൽ മക്കളുടെ സ്തോത്ര കാലഘട്ടത്തിൽ വിജയിച്ചതാണ് സങ്കീർത്തന ഭാഗങ്ങൾ. സ്തോത്രം. ഹല്ലേലൂയ. 109 സങ്കീർത്തനം എങ്ങനെ വായിക്കും നമ്മൾ? ഇപ്പോൾ വായിക്കാൻ ഞാൻ സമയം എടുക്കുന്നില്ല. പല പ്രാവശ്യം അത് വായിച്ചിട്ടുണ്ട്, ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ പല സങ്കീർത്തനങ്ങൾ, പല പഴയ നിയമ ഭാഗങ്ങൾ അക്കാലത്ത് അത് കുഴപ്പമില്ല, അവർ വായിച്ചിരുന്നു, പഠിപ്പിച്ചിരുന്നു. അപ്പം നമുക്ക് തമ്മിൽ സ്നേഹിക്കാനും പൊറുക്കാനും സഹിക്കാനും ക്ഷമിക്കാനുള്ള പ്രമാണമാണ് ഇത്. മനസ്സിലാക്കണം നമ്മൾ. സ്തോത്രം. ഹല്ലേലൂയ. യെഹെസ്കേൽ പ്രവചനം 21:26 കൊണ്ടൊന്ന് വായിച്ചാട്ടെ. യെഹെസ്കേൽ 21:26-27 വാക്യം. യെഹെസ്കേൽ 21:26-27 വാക്യങ്ങൾ. ഹല്ലേലൂയ. യെഹെസ്കേൽ പ്രവചനം 21:26-27 വാക്യങ്ങൾ അരുളി ചെയ്യുന്നു. ഞാൻ മകുടം നീക്കി കിരീടമെടുത്തു കളയും. അതങ്ങനെ ഇരിക്കയില്ല. അവിടെ നിൽക്കട്ടെ. മകുടം നീക്കി കിരീടമെടുത്തു കളയും. മകുടം, കിരീടം പ്രതാപത്തെയൊക്കെയാണ് കാണിക്കുന്നത്. ഇസ്ലാം പള്ളികളിലെ മോസ്ക് മകുടം ഉള്ള കണ്ടിട്ടുണ്ട്. എന്തോ സംഭവം, ഒരു സംഭവമില്ല, ചുമ്മാതാ അതൊക്കെ. കിരീടം, ക്രൗൺ, രാജാവിൻ്റെ ആ ഉന്നതത്തെയാണ് കാണിക്കുന്നത്. ഇന്ന് ലോകത്തുള്ള രാജ്യങ്ങൾ വലിയ പ്രൗഢിയോടുകൂടി ജീവിക്കുക. ഞങ്ങൾ വലിയ കാശുകാരാണ്, ഞങ്ങൾക്ക് സമ്പത്തുണ്ട്, ഞങ്ങൾ യുദ്ധോപകരണം ഉണ്ടാക്കി കൊടുക്കുന്നവരാണെന്ന് അമേരിക്ക പറയും, വിൽക്കുന്നത്. അതായത് ഇവിടെ കിടന്ന് ഇപ്പോൾ തോറ്റ് തുന്നമ്പാടി കിടന്ന് എന്തൊക്കെ കാട്ടിക്കൂട്ടുക. ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. സ്തോത്രം. മകുടം നീക്കി കിരീടം എടുത്തു കളയും. ഇവരുടെ പ്രൗഢിയായിട്ടുള്ള ഈ ജീവിതങ്ങളും ഇടപാടുകളൊക്കെ തമ്പുരാൻ പൊളിച്ചോണ്ടിരിക്കുക. എവിടെ കിരീടങ്ങൾ താഴെ വീണുകൊണ്ടിരിക്കുക. സദാമിൻ്റെ കിരീടം താഴെ വീണു, ഗത്താബിയുടെ കിരീടം താഴെ വീണു. സ്തോത്രം. ലെനിൻ്റെ കിരീടം താഴെ വീണു. സ്തോത്രം. അരിസ്റ്റോട്ടലിൻ്റെയും സോക്രട്ടീസിൻ്റെയും പ്രതാപങ്ങളൊക്കെ മങ്ങിപ്പോയി. സ്തോത്രം. ലോകത്തെ കിടുകിട വിറപ്പിച്ച അലക്സാണ്ടറിൻ്റെ കിരീടം 33 വയസ്സിൽ താഴെ വീണു. കിരീടം നീക്കി മകുടം എടുത്ത് സർവശക്തനായ ദൈവം അരുളി ചെയ്ത വചനമാണ് ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ശ്രീനാരായണ ഗുരുവും മുഹമ്മദ് നബിയും പറഞ്ഞതൊന്നുമല്ല. സർവശക്തനായ ദൈവം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ സകലത്തെയും വാക്കാൽ സൃഷ്ടിച്ച ദൈവം. ഹല്ലേലൂയ. മരിച്ചവരെ ജീവിപ്പിക്കുകയും ഇല്ലാത്തവരെ ഉള്ളതിനെ പോലെ വിളിച്ചു വരുത്തുകയും ചെയ്യുന്ന ദൈവമെന്ന് അബ്രഹാം വിശ്വസിച്ചതുപോലെ അതേ ദൈവം പറഞ്ഞ വാക്കുകളാണ്. ഞാൻ മകുടം നീക്കി കിരീടം എടുത്തു കളയും. അതങ്ങനെ ഇരിക്കയില്ല. ഞാൻ താണതിനെ ഉയർത്തുകയും ഉയർന്നതിനെ താഴ്ത്തുകയും ചെയ്യും. ഒട്ടകപ്പുറത്ത് കയറി ഒട്ടകപ്പാലും കുടിച്ചു കിടന്ന, പിന്നെ കഴുതപ്പുറത്ത് കയറി നടന്ന അറബികളൊക്കെ ഇപ്പോൾ ഏതവസ്ഥയിലായി? ഏറ്റവും താണ നിലവാരത്തിൽ കിടന്നവരൊക്കെ ഉയർച്ചയിലേക്ക് വന്നു. താണവരെ ഉയർത്തി. ഇതുകൊണ്ട് വല്ല ഗുണമുണ്ടായോ? യവന്മാരെല്ലാം അഹങ്കാരികളായി മാറി തമ്മി കൊന്നു തിന്നാനുള്ള ആയുധങ്ങളാണ് ഉണ്ടാക്കി വെച്ചേക്കുന്നത്. മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളെക്കുറിച്ച് ഇറാൻ ഉൾപ്പെടെ, ഇറാഖ് എല്ലാ രാജ്യങ്ങളെയും പഠിച്ചു നോക്കിക്കോ. കഞ്ഞിക്ക് വകയില്ല കിടന്നവന്മാരായിരുന്നു ഇവരൊക്കെ.
ചരിത്രം പഠിക്കുമ്പോൾ കുറേ കാഴ്ചയൊക്കെ ഉണ്ടായിരുന്നു, കാര്യം ശരി. അതൊക്കെ എവിടെ നിന്ന് കിട്ടി? ആകാറിൻ്റെ മോനും സാറയുടെ മോനും ദൈവം വാഗ്ദത്തം കൊടുത്തു, ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കും, 12 പ്രഭുക്കന്മാർ നിങ്ങളുടെ 2 ഗ്രൂപ്പിൽ നിന്ന് എഴുന്നേറ്റ് വരിക. അത് ദൈവത്തിൻ്റെ അനുഗ്രഹമാണ്. ഈ അനുഗ്രഹം മുഴുവൻ ശാപമായി മാറിയില്ലേ ദൈവമക്കളെ? തമ്മിൽ കൊന്നു തിന്നാനുള്ളതായി, ചുട്ടുകളയാനുള്ള സാമഗ്രികളല്ലേ മേടിച്ചു വെച്ചേക്കണം. എന്തെങ്കിലും വല്ല ഗുണമുണ്ടോ? ഇപ്പോൾ ഇറാനിൽ ജീവിക്കുന്നവർക്ക് ഒരു ചായ കുടിക്കണമെങ്കിൽ ലക്ഷക്കണക്കിന് രൂപ വരും. ഞാൻ കേട്ടിട്ട് ഞെട്ടിയിരിക്കുക. എന്താ ദൈവം ഇത്? മകുടം നീക്കി കിരീടം എടുത്തു കളഞ്ഞു. യൂറോപ്യൻ രാജ്യങ്ങളാകട്ടെ ഗൾഫ് രാജ്യങ്ങളാകട്ടെ ആരും ഇവിടെ പ്രശംസിക്കണ്ട. ചൈനക്കാർ പറയുന്നത് ഞങ്ങൾക്ക് വിവാഹം വേണ്ട, റോബർട്ട്സ് ഉണ്ടാക്കി പെൺകുട്ടികൾ പറയുക, റോബർട്ട്സിനെ മതിയെന്ന്. ഞാൻ കണ്ടുകൊണ്ട് പറയുക, ആ രേഖകൾ വ്യക്തമായിട്ട് കൃത്യമായിട്ട് പഠിച്ചുകൊണ്ട് പറയുക. കാരണം അത്രത്തോളം യുദ്ധം ചെയ്യാൻ ഇനി പട്ടാളക്കാർ വേണ്ട, റോബർട്ട്സ് മതി. കാര്യം ശരി. പ്രൗഢൊക്കെ വന്നു, വളരെ ഉയർന്നു നമ്മൾ. പക്ഷെ ഇതിനെല്ലാം പൊളിച്ചു കളയുന്നൊരു ദൈവമുണ്ടെന്ന് എല്ലാവരും മനസ്സിലാക്കും. മനുഷ്യനെ എത്ര ഉയർന്നാലും ലോകയുടെ കൊച്ചുമക്കൾ ആകാശം മുട്ടത്തക്ക നിലയിൽ ഒരു ഗോപുരം പണിയാൻ പോയി. തമ്പുരാനെ പൊളിച്ചു കളഞ്ഞതുപോലെ സകല മനുഷ്യരും ലോകത്തുള്ള സകല രാഷ്ട്ര തലവന്മാരും ഉന്നതന്മാരും വിദ്യാഭ്യാസമുള്ളവരും എല്ലാവരും പഠിച്ചോണം, മനസ്സിലാക്കിക്കോണം. നമ്മളൊക്കെ എത്ര ഉയർന്നാലും നമ്മളെ തകർത്ത് തരിപ്പണമാക്കുവാൻ ദൈവത്തിന് കഴിയും. ഒരു ദൈവം ഈ ഭൂമിയിൽ ഉണ്ടെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അത് മനസ്സിലാക്കി വേണം ഭയഭക്തിയോടെ നമ്മൾ ജീവിക്കാൻ. മകുടം നീക്കി കിരീടമെടുത്തു കളയും. അതങ്ങനെ ഇരിക്കയില്ല. താണതിനെ ഉയർത്തുകയും ഒരുതിനെ താഴ്ത്തുകയും ചെയ്യും. ഞാനതിന് ഉന്മൂലനാശം വരുത്തും. അതിന് അവകാശമുള്ളവൻ വരുവോളം അങ്ങനെ ഇരിക്കും. അവന് ഞാനത് കൊടുക്കും. കർത്താവിനെ കുറിച്ച് പറയുക. മകുടം നീക്കി കിരീടമെടുത്തു കളയും. ഉന്മൂലനാശം 1 2 ഉന്മൂലനാശം 1 2 ലോകമഹായുദ്ധങ്ങൾ നടന്നു. ഇനി 3ാമതൊരു ലോകമഹായുദ്ധം നടക്കാൻ പോവുക. സർവത്ര നാശമായിരിക്കും. അത് കർത്താവ് എനിക്ക് തന്ന ചിന്തകളും പഠനങ്ങളും ദൈവസഭ മാറ്റപ്പെട്ടതിന് ശേഷം 3ാം ലോകമഹായുദ്ധം നടക്കുകയുള്ളൂ. കാരണം സർവത്ര നാശമായിരിക്കും. 1ാം ലോകമഹായുദ്ധത്തിൽ 1 കോടി മനുഷ്യർ മരിച്ചു. 2ാം ലോകമഹായുദ്ധത്തിൽ 5 കോടി മരിച്ചെന്നൊക്കെയാണ് പറയുന്നത്. 3ാം ലോകമഹായുദ്ധത്തിൽ 10,900 കോടി ജനമുണ്ട്. അത് നല്ലൊരു പങ്കും പോകും. സൂത്രം. കാരണം അതുപോലുള്ള മോഡേൺ ടെക്നോളജിയാണ് ഇപ്പോൾ നടക്കുന്നത്. അമ്പും വില്ലുമെടുത്ത് യുദ്ധം ചെയ്ത ആധുനിക മനുഷ്യൻ ഇപ്പം ഏതവസ്ഥയിലായി പറഞ്ഞേ? അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് യുദ്ധം ചെയ്യാൻ ആയുധമൊന്നും കൊണ്ടുപോകണ്ട. ഒരു ബട്ടൺ അമർത്തിയാൽ മതി. എന്നാലും ബുഷ് പോട്ടെ, ട്രംപും ഇറാൻ പ്രസിഡന്റും പിന്നെ ചൈനയുടെ പ്രസിഡന്റും റഷ്യയുടെ പ്രസിഡന്റും ഒക്കെ ഞാനത് ഇതൊന്ന് ഡൗൺലോഡ് ചെയ്തിടാനായിട്ട് മറന്നുപോയി. ഓരോ ബട്ടൺ അമർത്തിയാൽ മതി. അവർ കാൽക്കുലേഷൻ ചെയ്ത് വെച്ചേക്കുന്ന സ്ഥലത്തേക്ക് ആ മിസൈലുകൾ വന്ന് പതിച്ച് തീഗോളമായി മാറും. പത്രോസ് അപ്പോസ്തലൻ എഴുതി വെച്ച പോലെ തീക്കുണ്ടമായി മാറും. അവിടെയൊക്കെ ആ നിലയിലുള്ള മോഡേൺ ടെക്നോളജി ആയിക്കഴിഞ്ഞു. എല്ലാ രാഷ്ട്രങ്ങളും അവരുടെ ആയുധങ്ങൾ എടുത്ത് പ്രയോഗിച്ചാൽ പത്രോസ് അപ്പച്ചൻ പറഞ്ഞത് കറക്റ്റായി. ഭൂമി തീക്കായി സൂക്ഷിച്ചിരിക്കുന്നു. അതൊക്കെ സംഭവിക്കും ദൈവമക്കളെ. പത്രോസും പ്രവാചകന്മാരും അവരൊക്കെ പ്രവാചകന്മാരല്ലേ? അവരൊക്കെ പറഞ്ഞതെല്ലാം നിറവേറാൻ പോവുകയാണ്. ഒരൊറ്റ ഓഫറേ ഉള്ളൂ നമുക്ക്. ക്രിസ്തുവാകുന്ന പെട്ടകത്തിൽ കയറി രക്ഷപ്പെട്ടു. ക്രിസ്തുവിൻ്റെ പ്രമാണം അനുസരിച്ച് ജീവിച്ച് ക്രിസ്തുവിൻ്റെ സ്വഭാവമുള്ളവരായി, ക്രിസ്തുവിൻ്റെ മനസ്സുള്ളവരായി, അവൻ്റെ ദിവ്യ സ്വഭാവത്തിൻ്റെ കൂട്ടാളികളായി തീരുക. ക്രിസ്തുവിൻ്റെ മനസ്സ്, ക്രിസ്തുവിൻ്റെ ഭാവം, അവൻ്റെ ദിവ്യ സ്വഭാവം. ഇത് 3 ഉപദേശം പഠിച്ചനുസരിച്ച് നമ്മൾ രൂപാന്തരം പ്രാപിച്ച് ക്രിസ്തുവിൻ്റെ സമ്പ്രദായ പ്രായത്തിൻ്റെ അളവിലേക്ക് നടത്തപ്പെട്ടാൽ നമുക്ക് സ്വർഗത്ത് പോകാം. അല്ലെങ്കിൽ നേരെ നരകക്കുഴിയിലോട്ടും പോകാം. ഇതിൽ കുറച്ചുള്ള ഉപദേശമൊന്നും എനിക്ക് പറയാൻ അറിയില്ല. ഞാൻ 1 യോഹന്നാൻ സ്തോത്രം 3-ാം അധ്യായം 4-ാം അധ്യായത്തിലേക്ക് ഞാൻ വരിക. സ്തോത്രം. കർത്താവ് നമുക്ക് തരുന്ന പഠനം അതാണ്. 1 യോഹന്നാൻ്റെ ലേഖനം 4-ാം അധ്യായം. ഒത്തിരി കാര്യങ്ങൾ പഠിച്ചെടുക്കാനുണ്ട് ഈ അധ്യായത്തിൽ നിന്ന്. പ്രിയമുള്ളവരെ, കള്ളപ്രവാചകന്മാർ പലരും ലോകത്തിലേക്ക് പുറപ്പെട്ടിരിക്കുക. ഏതാത്മാവിനെയും വിശ്വസിക്കാതെ ആത്മാക്കൾ ദൈവത്തിൽ നിന്നുള്ളവയോ എന്ന് ശോധന ചെയ്യും. നമ്മൾ നമ്മെ തന്നെ ശോധന ചെയ്യണം. നമ്മൾ നമ്മളെ തന്നെ ശോധന ചെയ്യണം. നമ്മൾ നമ്മളെ തന്നെ വെടിപ്പാക്കണം. നമ്മൾ നമ്മളെ തന്നെ നിർമ്മലീകരിക്കണം. നമ്മൾ നമ്മളെ തന്നെ കാത്തുകൊള്ളണം. നമ്മൾ നമ്മെ തന്നെ സൂക്ഷിക്കണം. നമ്മൾ നമ്മെ തന്നെ വെടിപ്പാക്കണം. അതിന്
തലയ്ക്ക് സഭയായിട്ട് ക്രിസ്തുവിനെ തന്നിട്ടുണ്ട്, ഉപദേശം തന്നിട്ടുണ്ട്, പരിശുദ്ധാത്മാവിനെ തന്നിട്ടുണ്ട്. 3 ദാനങ്ങൾ ഉയരത്തിൽ കഴി മനുഷ്യർക്ക് ദാനങ്ങളെ കൊടുത്തു. 3 ദാനം: പരിശുദ്ധാത്മാവ്, ശുശ്രൂഷാവൃന്ദം, സഭയ്ക്ക് തലയായി ക്രിസ്തുവിനെ. ഇനി നമ്മൾ ഇത് വെച്ച് വചനം ധ്യാനിച്ച് പഠിച്ചനുസരിച്ച് ജീവിച്ച് ആത്മാവിനെ പ്രാപിച്ച് ആത്മാവിൽ ഉപദേശങ്ങൾ പഠിച്ചനുസരിച്ച് ജീവിച്ച് നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങിയില്ലെങ്കിൽ സ്വർഗരാജ്യം എന്നുള്ളത് വെറും സ്വപ്നം മാത്രമായിരിക്കും. പിന്നെ സാധാരണ പെന്തക്കോസ്തുകാർ ന്യൂ ജനറേഷൻ പാസ്റ്റർമാർ പറയണ പോലെ അടിച്ചു പൊളിച്ച് ജീവിക്കാൻ വേണ്ട, ഒരു കുഴപ്പമില്ല, സുഖമായിട്ട് ജീവിക്കാം. ലൂക്കോസ് 16 കിടക്കുന്ന അങ്ങനെയല്ലേ ജീവിച്ച്? ദിനം പ്രതി ആഡംബരത്തോടുകൂടെ സുഖിച്ചുകൊണ്ടിരുന്നു, പൊളച്ചുകൊണ്ടിരുന്നു. അവസാനം എന്താ പറ്റി? മരണാനന്തരം നേരെ പോയി യാതനാ സ്ഥലത്ത് വീണു. എന്താ കാര്യം? അന്നവൻ സുവിശേഷം കേട്ടുകയാണോ ഇല്ലയെന്നൊന്നും എനിക്കറിയില്ല. സ്വത്രം ഇന്നത്തെ വിശ്വാസികളോ അല്ലെങ്കിൽ ലോക മനുഷ്യരാരും സുവിശേഷം കേൾക്കാത്തവരില്ലെന്ന് എനിക്ക് തോന്നുന്നു. കാരണം എല്ലാ മീഡിയറ്റിലൂടെ സുവിശേഷം ഇങ്ങനെ പാഞ്ഞുകൊണ്ടിരിക്കുക, അത് പറഞ്ഞ് പലരും കാശുണ്ടായിക്കൊണ്ടിരിക്കുക. അത് വേറൊരു വിചിത്രം. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, കള്ളപ്രവാചകന്മാർ പലരും ലോകത്തിലേക്ക് പുറപ്പെട്ടിരിക്കാൻ ഏതാത്മാവിനെയും വിശ്വസിക്കാതെ ആത്മാക്കൾ ദൈവത്തിൽ നിന്നുള്ളവയോ എന്ന് ശോധന ചെയ്യുവിൻ. 2 പത്രോസിന്റെ ലേഖനം 3-ാം അധ്യായം 1 മുതൽ 3 വരെ ഒന്ന് വായിച്ചോട്ടെ. ഹല്ലേലൂയ. പത്രോസിന്റെ 2-ാം ലേഖനം 3-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ നമുക്കൊന്ന് വായിച്ച് പഠിക്കാം. സോറി 2 പത്രോസ് 2-ാം അധ്യായത്തിന്റെ 3-ന്റെ 2-ാം അധ്യായം. കള്ളപ്രവാചകന്മാർ ജനത്തിന്റെ ഇടയിലുണ്ടായി, അങ്ങനെ നിങ്ങളുടെ ഇടയിലും. അപ്പോൾ യോഹന്നാൻ അപ്പോസ്തലനും പത്രോസും പറഞ്ഞ ക്ലിയർ ആയേ? ഒരു സാക്ഷി വേറെ സാക്ഷി ഉളവാക്കി. അടുത്ത് അവർ നാശകരമായ മതഭേദങ്ങളെ നുഴയിച്ച് തങ്ങളെ വിലയ്ക്ക് വാങ്ങിയ നാഥനെ തള്ളിപ്പറഞ്ഞ് തങ്ങൾക്ക് തന്നെ ശീഘ്രനാശം വരുത്തും. അവരുടെ ദുഷ്കാമ പ്രവൃത്തികൾ അതാ ഇപ്പൊ അനുകരിച്ചുകൊണ്ടിരിക്കുന്നത്. അവർ നിമിത്തം സത്യമാർഗം ദുഷിക്കപ്പെടും. അവർ ദുർവ്യാഗ്രഹത്തിന്റെ കൗശലവാക്ക് പറഞ്ഞ് വാണിഭമാക്കും. ഇത് സംഭവിച്ചുകൊണ്ടിരിക്കുകയല്ലേ? പെന്തക്കോസ്തുകാരെ കണ്ണു തുറന്ന് കാണാൻ ഒരു ചെറിയ ഗ്രൂപ്പ് ദൈവദാസന്മാർ മാത്രമാണ് ഈ പത്യവചനം പത്യോപദേശം പറയുന്നത്. ന്യൂ ജനറേഷൻ മുഴുവൻ ആൾക്കാരെ പറ്റിച്ചുകൊണ്ടിരിക്കുക, ചതിച്ചുകൊണ്ടിരിക്കുക. അവരാളെ കൂട്ടി കാശുണ്ടാക്കി അവർ സുഖിച്ചുകൊണ്ടിരിക്കുക. ഞങ്ങൾ പ്രസംഗിക്കുന്ന പ്രസംഗത്തിന് 10 പേര്, 15 പേര്, 20 പേര്, 25 പേര്, അതാണ് വ്യൂസ് കിട്ടുന്നത്. എനിക്ക് വിഷയമൊന്നുമില്ല. ഇത് പ്രസംഗിച്ചല്ല ഞാൻ ജീവിക്കുന്നത്. പ്രസംഗിച്ചല്ല ജീവിക്കുന്നതെന്ന് പറഞ്ഞാൽ അത് തെറ്റാണ്. ഇത് പ്രസംഗിച്ചിട്ട് യൂട്യൂബിന് കാശ് കിട്ടിയിട്ടല്ല ജീവിക്കുന്നത്. സർവശക്തനായ ദൈവം നമ്മളെ നടത്തുന്നു, അല്ല എന്താ? ഹല്ലേലൂയ, സ്തോത്രം. ഞങ്ങളുടെ ഇടയിൽ ഉണ്ടായിരുന്നു, ജനത്തിൻ്റെ ഇടയിൽ നിങ്ങളുടെ ഇടയിൽ ഉണ്ടാകും, ദുരുപദേഷ്ടകന്മാരുണ്ടാകും. അവർ നാശകരമായ മതഭേദങ്ങളെ നുഴയിച്ച് നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയ നാഥനെ തള്ളിപ്പറഞ്ഞ് തങ്ങൾക്ക് തന്നെ ശീഘ്രനാശം വരുത്തും. ഇതൊക്കെ ചെയ്യുന്നത് അവർക്ക് തന്നെ നാശമാണ്. അവരുടെ ദുഷ്കാമ പ്രവൃത്തികൾ പലരും അനുകരിക്കും. ഊതിയിടുക, ഉന്തിയിടുക, കുരപ്പിക്കുക, ചിരിപ്പിക്കുക, ഛർദിപ്പിക്കുക. കേരളക്കര മുഴുവൻ നിറഞ്ഞു കിടക്കുക ഇത്. ഞങ്ങളുടെ എറണാകുളം പട്ടണത്തിലുണ്ട് കുറേ ഈ വകുപ്പിൽപ്പെട്ടവരെ. അവരിതൊക്കെ ചെയ്ത് ഒരു കോടികൾ ഉണ്ടാക്കി സൂചിച്ചുകൊണ്ടിരിക്കുക. ഞാനും പേരിക്കെ സൂചിക്കട്ടെ, അവസാനത്തെ ഒടുക്കത്തെ സുഖമായിരിക്കും അത്. അവസാനം തീപ്പൊയ്കയിലേക്കാണല്ലോ പോകുന്നത്. അപ്പോൾ ഉള്ളത് സൂചിച്ചോട്ടെ. അതിൽ ഒരു വിരുദ്ധം പറയാ, പൗലൂസ് എഴുതിയ ലേഖനങ്ങൾ ഞങ്ങളെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നു. കാരണം ചെകുത്താന് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ആ പൗലൂസിൻ്റെ ലേഖനങ്ങൾ ഒരു സംശയമില്ലാത്ത കാര്യമാണ്. ശുദ്ധഹൃദയം, നല്ല മനസ്സാക്ഷി, നിർവ്യാജ വിശ്വാസം എന്നിവയാൽ ഉളവാകുന്ന ദൈവസ്നേഹത്താൽ നിറഞ്ഞ് കർത്താവിൻ്റെ വേല ചെയ്യുന്ന ഒരു ഭക്തന് പൗലൂസിൻ്റെ ലേഖനം തങ്ക ലേഖനങ്ങളാണ്, ജുവൽസുകളാണത്, മുത്തുകളാണത്. കാരാഗൃഹത്തിൽ കിടന്നുകൊണ്ട് പൗലൂസ് എഴുതിയ ലേഖനങ്ങളൊക്കെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നു എന്ന് ഒരു ചെകുത്താൻ്റെ സന്തതി പറയുമ്പോൾ ഇവൻ ആരാണെന്നാണ് ഞാൻ മനസ്സിലാക്കേണ്ടത്. അവൻ ഓശാന പാടാൻ കുറേ ആൾക്കാരും കിടപ്പുണ്ട്, വേദോസ്തം വായിക്കാത്ത, പ്രാർത്ഥിക്കാത്ത കുറേ മന്ദബുദ്ധി വിശ്വാസികൾ. കനത്ത വില നിങ്ങൾ കൊടുക്കേണ്ടി വരും.
അതിൽ നിന്ന് പിന്മാറിയില്ലെങ്കിൽ. ഹല്ലേലൂയ, സ്തോത്രം. വിലയ്ക്ക് വാങ്ങിയ നാഥനെ തള്ളിപ്പറഞ്ഞ് തങ്ങൾക്ക് തന്നെ ശീഘ്രനാശം വരുത്തും. അവിടെ ദുഷ്കാമ പ്രവൃത്തികൾ പലരും അനുകരിക്കും. അവർ നിമിത്തം സത്യമാർഗം ദുഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുക. അവർ ദ്രവ്യാഗ്രഹത്തിന്റെ കൗശലവാക്ക് പറഞ്ഞ് 10 തരുന്നവൻ 20, 30 തരണമെന്ന് പരസ്യമായിട്ട് സോഷ്യൽ മീഡിയ വഴി തെണ്ടിയത് യാചിച്ചത് നമ്മൾ കണ്ടില്ലേ? ഹല്ലേലൂയ. അപ്പോൾ ഒരു ലോക മനുഷ്യൻ പറയാ, അല്ല പണിയെടുത്ത് ജീവിച്ചോടോ, എടോ പോയി പണിയെടുത്ത് ജീവിക്കടോ, പരസ്യമായിട്ട് ഇങ്ങനെ തെണ്ടാതെ യാചിക്കാതെ. എടാ, പൗലോസ് അതല്ലേ പറഞ്ഞു, ഞാൻ സ്വന്തം കൈ കൊണ്ട് അധ്വാനിച്ചു. ഹല്ലേലൂയ, സ്തോത്രം. അവർക്ക് പൂർവ്വകാലം മുതൽ ന്യായവിധി താമസിയാതെ വരുന്നു. അവരുടെ നാശം ഉറങ്ങുന്നതുമില്ല. കള്ളപ്രവാചകന്മാർക്കും ദുരുപദേഷ്ടന്മാർക്കും അവരുടെ നാശം ഉറങ്ങുന്നില്ല. അത് ഉണർന്നു തന്നെ ഇരിക്കുക, അത് ഉറങ്ങത്തില്ല നാശം. ആ നാശം ഉറങ്ങത്തില്ല, അത് അവരെയും കൊണ്ടേ പോകും. അതുവരെ അവരത് പറയും. ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം.